തൃശൂർ കേരളവർമ്മ കോളേജിൽ KSU-SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. 3 KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. KSU യൂണിറ്റ് പ്രസിഡന്റ് അക്ഷയ് ഉൾപ്പെടെ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങൾ നൽകാൻ മനോജ് ഉണ്ട്. മനോജ്, എപ്പോഴായിരുന്നു സംഘർഷം? SFIയും KSUയും തമ്മിലുള്ള നിലവിലെ സാഹചര്യം എന്താണ്? വിനീഷ്, ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. ക്യാമ്പസിൽ നേരത്തെ തന്നെ ഒരു സംഘർഷ സാധ്യത നിലനിന്നിരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു അതിക്രമം ഈ KSUവിന് നേരെ SFI അഴിച്ചുവിട്ടു എന്നുള്ള ആരോപണമൊക്കെ ഉയർന്നു നിന്നിരുന്നു. അതിനുശേഷമാണ് ഈ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഈ അക്ഷയ്, അതുപോലെ തന്നെ യൂണിറ്റ് സെക്രട്ടറി, മറ്റ് അവിടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഘർഷം നടന്ന സമയത്ത് SFI ആരോപിക്കുന്നത് SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയിലുള്ള വിഷ്ണുവിനെ ഈ KSUക്കാർ മർദ്ദിച്ചിരുന്നു. അതിന്റെ പ്രതികാരമെന്ന നിലയിലാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടായത്. എന്തായാലും KSUവിന്റെ 3 പ്രവർത്തകർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ തൃശ്ശൂരിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ SFI പ്രവർത്തകരെയും ജില്ലാ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് പോലീസ് ഇവരുടെ മൊഴിയെടുത്ത് പോയിട്ടുണ്ട്. മറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ മൊഴി പൂർത്തിയായതിനു ശേഷം കൃത്യമായും ഈ വിദ്യാർത്ഥികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നതാണ് പോലീസ് നൽകിയിട്ടുള്ള വിവരം. നിലവിൽ ഇന്ന് സംഘർഷമുണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? സംഘർഷമുണ്ടാകാനുള്ള കാരണം ഈ ഇലക്ഷന് മത്സരിച്ചതിന് ശേഷം ഇത്തരത്തിൽ KSU പ്രവർത്തകർക്ക് നിരന്തരം SFIയുടെ ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പങ്കുവച്ച വിവരം. അതിൽ തന്നെ ഈ KSUവിന്റെ പ്രവർത്തകരെ പലതവണ ഈ SFI പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിൽ പ്രതിരോധം എന്ന വണ്ണം SFI പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നും ഒരു വിവരം. നിലവിലെ ഈ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസിന്റെ വലിയ സന്നാഹമാണോ ഇപ്പോൾ ക്യാമ്പസിലുള്ളത്? ഒപ്പം തന്നെ ഈ ഇരു കൂട്ടർക്കുമെതിരെയും പോലീസ് ഇപ്പോൾ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഇരു കൂട്ടരുടെയും മൊഴി എടുത്തിട്ടുണ്ട്. അതിനുശേഷമാകും കേസ് രജിസ്റ്റർ ചെയ്യുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിനുള്ളിലും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലും പോലീസ് അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റ് സംഘർഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. വിനീഷ്, തൃശൂർ കേരളവർമ്മ കോളേജിൽ SFI KSU സംഘർഷം, 3 KSU വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്ന് മനോജ് നൽകിയത്.